നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രേംചന്ദിൻ്റെ ബഡേ ഘർ കി ബേട്ടി എന്ന പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. പ്രേംചന്ദ് എന്ന എഴുത്തുകാരനെക്കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ പ്രേംചന്ദ് എഴുതിയ ബഡേ ഘർ കി ബേട്ടി എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഒരു പെൺകുട്ടി, അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടേണ്ടി വരുന്ന ചെറിയ കുറച്ച് പ്രശ്നങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ നമുക്കാദ്യം കഥയുടെ ആദ്യ ഭാഗത്തേക്ക് വരാം. भेनी माधव सिंह गौरीपुर गांव के ज़मींदार और नंबरदार है. ഭേനി മാധവ് സിംഗ് എന്ന വ്യക്തി ഗൗരിപൂർ എന്ന ഗ്രാമത്തിലെ ജമീന്ദാർ, ഒരു ഭൂവുടമയും അതുപോലെ തന്നെ നമ്പർദാർ, അവിടുത്തെ കണക്കപ്പിള്ളയും ഒക്കെ ആയിരുന്നു. उनके पितामह किसी समय बड़े धन धान्य സമ്പന്ന थे. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ബഡേ ധൻ ധാന്യ സമ്പന്ന थे, ഒരുപാട് ധനവും ധാന്യവും ഒക്കെ ആയിട്ടുള്ള സമ്പത്തിൻ്റെ ഉടമയുമായിരുന്നു. അപ്പോൾ മുത്തച്ഛൻ്റെ കാലത്ത് ഭേനി മാധവ് സിംഗ് എന്ന വ്യക്തിയുടെ കുടുംബം വളരെ സുഖസമൃദ്ധിയിൽ സമ്പന്നതയിൽ കഴിഞ്ഞവരായിരുന്നു. പിന്നെ അത് മാത്രമല്ല, गाँव का पक्का तालाब और मंदिर जिनकी अब मरम्मत भी मुश्किल थी उनकी कीर्ति स्तंभ थे. ഇവരുടെ ഗ്രാമത്തിലെ ഗൗരിപൂർ എന്ന ഗ്രാമത്തിലെ താലാബ് ഔർ മന്ദിർ, കുളം, അതുപോലെ തന്നെ ഒരു അമ്പലം, ഒരു ക്ഷേത്രം, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത്, ഭേനി മാധവ് സിംഗിൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതായിരുന്നു. ഇന്ന് അതൊക്കെ കാലപ്പഴക്കം വന്ന് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ മർമ്മത്ത് ബി മുഷ്കിൽ, അതിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുക എന്നതുപോലും ഇന്ന് മുഷ്കിൽ, പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ഈ ക്ഷേത്രവും ഈ കുളവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഭേനി മാധവ് സിംഗിൻ്റെ പിതാമഹ്, മുത്തച്ഛൻ്റെ കാലത്തെ കീർത്തി സ്തംഭ്, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന കീർത്തി സ്തംഭങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. कहते हैं इस दरवाजे पर हाथी झूमता था. പിന്നെ അത് മാത്രമല്ല, ഒരു കാലത്ത് ഇവരുടെ വീടിൻ്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഹാത്തി झूमता था, ആന വളരെ തലയെടുപ്പോടുകൂടി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഉസ്കി ജഗഹ് ഏക് ബൂഢി ഭൈംസ് ഥി. പക്ഷേ ഇന്ന് ആനയുടെ സ്ഥാനത്ത് ഏക് ബൂഢി ഭൈംസ്, പ്രായമായ ഭൈംസ്, എരുമയാണ് ഉള്ളത്. അപ്പോൾ മുത്തച്ഛൻ്റെ കാലത്ത് വീടിൻ്റെ ഉമ്മറവാതിൽക്കൽ തലയെടുപ്പോടുകൂടി ആനയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് കിളവിയായ പ്രായം ചെന്ന ഒരു എരുമ മാത്രമാണ് ഉള്ളത്. जिसके शरीर में अस्थि पंजर के सिवा और कुछ शेष न रहा था. ആ എരുമയുടെ ശരീരമാണെങ്കിലോ അസ്ഥി പഞ്ചരം എന്ന് വെച്ചാൽ എല്ലിൻകൂട് മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രായം ചെന്ന് അതിൻ്റെ ആരോഗ്യമൊക്കെ നശിച്ച് ഇന്നൊരു അസ്ഥികൂടം പോലെ ആയിട്ടുണ്ട്. पर दूध शायद बहुत देती थी. പക്ഷെ ഒരു കാലത്ത് ഈ എരുമ ദൂത് ബഹുത്ത് ദേത്തി ഥി, ഒരുപാട് പാല് നൽകിയിരുന്നു. പക്ഷെ ഇന്ന് അത് എല്ലും തോലും ആയിരിക്കുന്നു.
भेनी माधव सिंह अपनी आधी से अधिक संपत्ति വക്കീലോं को भेंट कर चुके थे. ഇനി ഈ ബേനി മാധവ് സിംഗ് എന്ന വ്യക്തി അപ്നി ആധി സെ അധിക് സമ്പത്തി, തൻ്റെ പകുതിയിലധികം സമ്പാദ്യവും വക്കീലന്മാർക്ക് കേസ് വാദിക്കാൻ വേണ്ടി കൊടുത്ത് നഷ്ടപ്പെടുത്തിയ ആളാണ്. ഉൻകി വർത്തമാൻ ആയ് 1000 രൂപയെ വാർഷിക് സെ അധിക് നഥി. അപ്പോൾ മുത്തച്ഛൻ്റെ കാലത്ത് നല്ല സമ്പന്ന കുടുംബമായിരുന്നു. പക്ഷേ ബേനി മാധവ് സിംഗിൻ്റെ കാലമായപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കേസിന് വേണ്ടി വക്കീലന്മാർക്ക് കൊടുത്ത് നഷ്ടപ്പെടുത്തി. ഇന്ന് അദ്ദേഹത്തിൻ്റെ വരുമാനം 1000 രൂപയെ, അതായത് 1000 രൂപ വാർഷിക വരുമാനം. 1000-ലധികം അദ്ദേഹത്തിന് ഇന്ന് വാർഷിക വരുമാനം ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശോചനീയമായ സ്ഥിതിയിലാണ്. ഇനി ഭേനി മാധവ് സിംഗ് കെ ദോ ബേഠേ ദേ. ഇതിൽ ഭേനി മാധവ് സിംഗ് എന്ന വ്യക്തിക്ക് ദോ ബേഠേ ദേ, 2 ആൺമക്കളാണ് ഉള്ളത്. ബഡേ കാ നാം ശ്രീകണ്ഠ് സിംഗ്. മൂത്ത ആളിൻ്റെ പേര് ശ്രീകണ്ഠ് സിംഗ് എന്നാണ്. उसने बहुत दिनों के परिश्रम और उद्योग के बाद BA की डिग्री प्राप्त की थी. മൂത്തവനായ ശ്രീകണ്ഠ് സിംഗ് ബഹുത് ദിനോം കെ പരിശ്രം, വളരെ കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം BA ഡിഗ്രി പ്രാപ്തി, BA ഡിഗ്രിയൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പഠിക്കാൻ അദ്ദേഹം വളരെ മെനക്കെട്ട് പഠിച്ചു. അങ്ങനെ BA ഡിഗ്രിയൊക്കെ നേടി. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം. ആ കാലഘട്ടത്തിൽ BA ഡിഗ്രി എന്നൊക്കെ പറയുന്നത് വലിയ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കൂടെ ആയിരുന്നു. അപ്പം അദ്ദേഹം BA ഡിഗ്രിയൊക്കെ നേടിയെടുത്തു. അബ് ഏക് ദഫ്തർ മേ നൗക്കർ ഥ. ഇന്ന് അദ്ദേഹം ഒരു ദഫ്തർ, ഓഫീസിൽ നൗക്കർ ഥ, ജോലി ചെയ്യുകയാണ്, ജോലിക്കാരനാണ്. ഇനി ഛോട്ടാ ലഡ്ക ലാൽ ബിഹാരി സിംഗ്. ഇനി രണ്ടാമത്തെ അല്ലെങ്കിൽ ഇളയ മകനോ ലാൽ ബിഹാരി സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദോഹരെ ബദൻ, നല്ല പുഷ്ടിയുള്ള ശരീരം. സജീല ജവാൻ, നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനാണ് കാണാൻ. ബരാഹുവ മുഖട, വെച്ച് കഴിഞ്ഞാൽ നല്ല വട്ടമുഖം. ചൗടി ഛാത്തി, നല്ല വിരിഞ്ഞ നെഞ്ച്. ഭൈംസ് കാ 2 സേർ താസ ദൂധ് വഹ് ഉഠ്കർ സഭേരെ പി ജാത്താ ഥ. ഇനി ഈ രണ്ടാമത്തവൻ ലാൽ ബിഹാരി സിംഗ് ഒരു സമയത്ത് ഈ എരുമ ധാരാളം പാല് കൊടുത്തിരുന്നുവല്ലോ. ആ സമയത്ത് എല്ലാ ദിവസവും 2 സേർ താസ ദൂധ്, 2 ഇടങ്ങഴി നല്ല ശുദ്ധമായ എരുമപ്പാല് സഭേരെ പി ജാത്താ ഥ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എരുമ പാല് കൊടുക്കുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് ഇളയ ആൾ ലാൽ ബിഹാരി സിംഗ് എല്ലാ ദിവസവും രാവിലെ 2 ഇടങ്ങഴി പാല് പതിവായിട്ട് കുടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നല്ല സുന്ദരനാണ്. ശ്രീകണ്ഠ് സിംഗ് കി ദശ ബിൽക്കുൽ വിപരീത് ഥി. എന്നാൽ ശ്രീകണ്ഠ് സിംഗിൻ്റെ, മൂത്തവനായ ശ്രീകണ്ഠ് സിംഗിൻ്റെ ദശ, അവസ്ഥ ബിൽക്കുൽ വിപരീത്, നേരെ വിപരീതമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അനിയനെ പോലെ കാണാൻ അത്ര ആരോഗ്യവാനോ സുന്ദരനോ ഒന്നും ആയിരുന്നില്ല. ഇൻ നേത്രപ്രിയ ഗുണോം കോ ഉൻഹോനെ BA ഇനിയും 2 അക്ഷരോം പർ ന്യോച്ചാവർ കർ ദിയാദ. പിന്നെ അദ്ദേഹത്തിന് വെറും പഠനം, ജോലി, ഈ കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം BA എന്ന ഈ 2 അക്ഷരം, ആ 2 അക്ഷരത്തിൽ അദ്ദേഹം തൻ്റെ ജീവൻ തന്നെ ന്യോച്ചാവർ കർദിയ, അർപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, ജോലി സമ്പാദിക്കുക, ഈ കാര്യങ്ങൾ മാത്രമാണ് ശ്രീകണ്ഠ സിംഗിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ 2 അക്ഷരോം നെ ഉൻകെ ശരീർ കോ നിർഭൽ ഔർ ചെഹരെ കോ ക്രാന്തിഹീൻ ബന ദിയാ ഥ. അപ്പോൾ BA എന്ന 2 അക്ഷരം അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി നേടിയെടുക്കുക എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിർഭൽ, ശരീരം ബലമില്ല, എന്ന് വെച്ചാൽ ശക്തി കുറഞ്ഞു. ചെഹരെ കാന്തിഹീൻ, അദ്ദേഹത്തിൻ്റെ മുഖം കാന്തിഹീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ആ ഒരു
തെളിച്ചം അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലതയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. इसी से वैदिक ग्रंथों पर उनका विशेष प्रेम था. അപ്പോൾ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യവും മുഖത്തിൻ്റെ ചൈതന്യവും ഒക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വൈദ്യക് ഗ്രന്ഥവും പർ, മരുന്നുകൾ, ആയുർവേദത്തിനെ സംബന്ധിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ അതിൽ നിന്നുള്ള അറിവുകൾ നേടുക, അതുപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയിലൊക്കെ ഇദ്ദേഹത്തിന് വിശേഷ് പ്രേം ഥ, ഒരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. ആയുർവേദിക് ഔഷധിയോം പർ ഉൻക അധിക് വിശ്വാസ് ഥ. ആയുർവേദ ഔഷധങ്ങളോട് മൂത്തവനായ ശ്രീകണ്ഠ സിംഗിന് ഒരു പ്രത്യേക വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. शाम सवेरे उनके कमरे से प्रायः खरल की सुरीली कर्णमधुर ध्वनि सुनाई दिया करती थी. മാത്രമല്ല ഷാം സബേരെ, രാവിലെ വൈകുന്നേരവും ഉൻകെ കമരെ സെ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് മിക്കപ്പോഴും ഖരൽ കി സുരീലി കർണമധുർ ധ്വനി, അതായത് എന്തൊക്കെയോ ഇടിക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കർണമധുരമായ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ വലിയ അലോസരമൊന്നും തോന്നാത്ത ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കേൾക്കും രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ആയുർവേദ മരുന്നുകളോടൊക്കെ വലിയ വിശ്വാസമുള്ള ആളായതുകൊണ്ട് തന്നെ ആ ഔഷധങ്ങൾ അദ്ദേഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഇടിച്ചും പൊടിച്ചുമൊക്കെ എന്തൊക്കെയോ ഔഷധങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഇടിക്കുന്നതും പൊടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ശബ്ദം അവിടുന്ന് കേൾക്കാം. ലാഹോർ ഔർ കൽക്കത്തയ്ക്ക് വൈദ്യം സെ ബഡി ലിഖ പടി രഹത്തീതി. അപ്പോൾ അദ്ദേഹം ലാഹോർ, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയുള്ള വൈദ്യന്മാരെയൊക്കെ കണ്ട് അവരിൽ നിന്നൊക്കെ ലിഖ പഠി രഹത്തീതി, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം അദ്ദേഹം ആയുർവേദ ഔഷധങ്ങളൊക്കെ സേവിക്കുക അല്ലെങ്കിൽ കഴിക്കുകയും ചെയ്തിരുന്നു. श्रीखंड इस अंग्रेज़ी डिग्री के अधिपति होने पर भी अंग्रेज़ी सामाजिक प्रथाओं के विशेष प्रेमी न थे. പക്ഷേ ശ്രീകണ്ഠ സിംഗ് ഇങ്ങനെ BA എന്ന ഡിഗ്രിയൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അംഗ്രേസി സാമാജിക് പ്രഥ, അതായത് ഈ പാശ്ചാത്യ സാമൂഹിക വ്യവസ്ഥിതി, ആ പാശ്ചാത്യ സാമൂഹിക വ്യവസ്ഥിതിയോട് അദ്ദേഹത്തിന് വിശേഷ് പ്രേമി, അദ്ദേഹം ഒട്ടും ഇല്ലാത്തൊരാളായിരുന്നു. അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഡിഗ്രിയൊക്കെ നേടിയെടുത്തു. പക്ഷേ സാമൂഹികമായിട്ടുള്ള രീതി, സാമൂഹ്യപരമായിട്ടുള്ള രീതി, അത് പാശ്ചാത്യ രീതി അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, അതിനോടൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. വഹ് बहुधा बड़े जोर से उसकी നിന്ദ ഔർ തിരസ്കാർ കിയ കർത്തേ थे. അപ്പോൾ അദ്ദേഹം മിക്കപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തെ നിന്ദിക്കുകയും അതിനെ തിരസ്കാർ കർത്തേ थे, അവഗണിക്കുകയും ചെയ്തിരുന്നു. ഇസി സെ ഗാവ് മേ ഉൻകാ ബഡാ സമ്മാൻ ഥ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മൂത്തവനായ ശ്രീകണ്ഠ സിംഗിന് അവരുടെ ഗ്രാമത്തിൽ ബഡാ സമ്മാൻ, വലിയ ആദരവും ലഭിച്ചിരുന്നു. അപ്പോൾ ഗ്രാമീണ ജനങ്ങളല്ലേ, അപ്പോൾ അവർക്ക് ഈ പുരോഗമനമായിട്ടുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ലല്ലോ. പഴയ ചട്ടക്കൂടിൽ ഒതുങ്ങി ജീവിക്കാനായിരിക്കും അവരിൽ ഭൂരിഭാഗവും ഇഷ്ടപ്പെടുക. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠ സിംഗിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിനെ ഇവർക്കൊക്കെ വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തിനോട്. ദശറേ കെ ദിനോ മേ വഹ് ബഡേ ഉത്സാഹ സേ രാംലീല മേ സമ്മിളിത് ഹോത്തേ. ഇനി ദസറ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് മൂത്തവനായ ശ്രീകണ്ഠ സിംഗ് ഭയങ്കര താല്പര്യത്തോടു കൂടിയിട്ട് രാമലീല, അവർക്ക് ആ പ്രദേശത്ത് ദസറയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള രാമലീല തുടങ്ങിയിട്ടുള്ള രാമൻ്റെ ഒക്കെ വേഷവും പിന്നെ കട്ടൗട്ടർ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ ഇദ്ദേഹം വളരെ സജീവമായിട്ട് പങ്കെടുത്തു. ഗൗരിപുർ മേ രാംലീല കെ വഹി ജന്മദാത ധേ. സത്യം പറഞ്ഞാൽ ഗൗരിപുർ എന്ന ഈ ഗ്രാമത്തിൽ രാംലീല എന്നുള്ള ഈ ദസറയുടെ ആഘോഷങ്ങൾ ഉണ്ടാവാൻ തന്നെ അതിൻ്റെ ജന്മദാതാവ് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് രൂപം കൊടുത്തത് തന്നെ ശ്രീകണ്ഠ സിംഗ് ആയിരുന്നു.
प्राचीन हिंदू सभ्यता का गुणगान उनकी धार्मिकता का प्रधान अंग था. പിന്നെ പ്രാചീന ഹിന്ദു സംസ്കാരത്തിൻ്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഓരോ ഗാനങ്ങളും മറ്റും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ സമ്മിളിത് കുടുംബ കേത്തോ വഹ് ഏകമാത്ര ഉപാസക് ഥേ. സമ്മിളിത് കൂട്ടുകുടുംബത്തിനോട് കൂട്ടുകുടുംബം ആയിട്ട് ജീവിക്കുക എന്നൊരൊറ്റ കാര്യം അദ്ദേഹം വളരെയധികം അതിനെ ബഹുമാനിച്ചിരുന്നു, ആ ഒരു വ്യവസ്ഥിതിയെ. അപ്പോൾ അതിനോട് വളരെയധികം ഇഷ്ടവും അതുപോലെ തന്നെ അതിനെ ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയും കൂടിയായിരുന്നു ശ്രീകണ്ഠ് സിംഗ്. आजकल स्त्रियों को कुटुंब में मिलजुल कर रहने की जो अरुचि होती है उसे वह जाति और देश दोनों के लिए हानिकारक समझते थे. അപ്പോൾ ആജ്കൽ കെ സ്ത്രീയോംകോ, ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് ഇതുപോലുള്ള കുടുംബ ബന്ധങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് കഴിയുന്നതിനോട് ഒട്ടും രുചി ന ഹോത്തി ഹെ, താല്പര്യം ഇല്ലാത്തവരായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഇങ്ങനെയുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെയൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകൾ വഹ് ജാതി ഔർ ദേശ് ദോനോം കെ ലിയ ഹാനികാരക് സമജ്തേ ഥേ. അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികൾ നാടിനും ദേശത്തിനും തന്നെ ദോഷമുണ്ടാക്കുന്നവരാണ് എന്നൊരു ചിന്താഗതിയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ വളരെയധികം ഉറച്ചു വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശ്രീകണ്ഠ സിംഗ്. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് നാടിനും രാജ്യത്തിനും തന്നെ ദോഷമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയും കൂടിയായിരുന്നു ആര്? ശ്രീകണ്ഠ് സിംഗ്. യഹി കാരൺ ഥാ കി ഗാവ് കി ലൽനായേം ഉൻകി നിന്ദക് ഥി. അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗ്രാമത്തിലെ സ്ത്രീകൾ ഇദ്ദേഹത്തിനോട് വളരെയധികം ദേഷ്യം വച്ചു പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യമായിരുന്നു ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട്. കോയി കോയി തോ ഉനേം അപ്പന ശത്രു സമജ്നെ മേം ഭി സങ്കോച് ന കർത്തി ഥി. പല സ്ത്രീകളും ഈ ശ്രീകണ്ഠ സിംഗിനെ അവരുടെ ശത്രുവിനെ പോലെ തന്നെ ശത്രുവിനെ കാണുന്ന പോലെ പലപ്പോഴും കണ്ടിരുന്നു. വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഈ സ്വഭാവത്തെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയോട് യോജിക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ പല സ്ത്രീകളെ ഒരു ശത്രുവിനോടെന്ന പോലെ അങ്ങനെയുള്ളൊരു മനോഭാവമൊക്കെ വച്ചു പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്ലിയെ നഹീം കി ഉസേ അപ്പനെ സാസ് സസുർ ദേവർ യാ ജേഠ് ആദി സെ घृणा थी, बल्कि उसका विचार था कि बहुत कुछ सहने और तरह देने पर भी परिवार के साथ निर्वाह न हो सके. മാത്രമല്ല പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ സാസ് സസുർ, അമ്മായി അച്ഛൻ, അമ്മായി അമ്മ, ദേവർ സഹോദരന്മാർ, ഭർത്താവിൻ്റെ സഹോദരങ്ങൾ തുടങ്ങിയ ഇങ്ങനെയുള്ള ബന്ധങ്ങളെയൊക്കെ പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ഘൃണാധി, അതിനോടൊക്കെ ഒരു വെറുപ്പ്, ഒരിഷ്ടക്കേടായിരുന്നു പെൺകുട്ടികൾക്ക് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് ജീവിക്കുക എന്നുള്ള ഒരു മനോഭാവം പെൺകുട്ടികളുടെ മനസ്സിൽ നിന്നൊക്കെ മാറി പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എങ്കിലും കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹക്കാരനായിരുന്നു ശ്രീകണ്ഠ് സിംഗ്. ഇനി ശ്രീകണ്ഠ സിംഗിൻ്റെ വിവാഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആനന്ദി. ആനന്ദി ഏക് ബഡേ ഉച്ച് കുൽ കി ലഡ്കി ഹെ. ആനന്ദി ഏക് ബഡേ ഉച്ച് കുൽ കി ലഡ്കി ഥി. ഒരു വലിയ കുടുംബത്തിലെ, അതായത് സമ്പന്ന കുടുംബത്തിലെ ഉന്നത കുലജാതയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആനന്ദി. ഉസ്കെ ബാപ്പ് ഏക് ചോട്ടി സി റിയാസത്ത് കെ താലൂക്കേദാർ थे. അവളുടെ പിതാവ്, അവളുടെ അച്ഛൻ അവിടുത്തെ പ്രാദേശികമായ ഒരു
തഹസിൽദാർ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. വിശാൽ ഭവൻ, അവരുടെ വീടിൻ്റെ അവസ്ഥയും മറ്റുമാണ് പറയുന്നത്. വിശാലമായ വീട്, ഏക് ഹാത്തി, വീട്ടിൽ ആന, പിന്നെ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും, ആധുനിക സുഖ സൗകര്യങ്ങളെല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. നാം ഥാ ഭൂപ് സിംഗ്. ഇനി ആനന്ദിയുടെ അച്ഛൻ്റെ പേരാണ് ഭൂപ് സിംഗ്. ബഡേ ഉദാർ ചിത്ത് ഔർ പ്രതിഭാശാലി പുരുഷ് ഥെ. അപ്പോൾ ഈ ഭൂപ് സിംഗ്, അതായത് ആനന്ദിയുടെ അച്ഛൻ ഭൂപ് സിംഗ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ബഡേ ഉദാർ ചിത്ത്, വളരെ ഉദാര മനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ ദുർഭാഗ്യസേ ലഡ്ക ഏക് ഭി നഥ. അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ. ലഡ്ക ഏക് ഭി നഥ, ഒരാൺകുട്ടി പോലും അദ്ദേഹത്തിന് ജനിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെൺകുട്ടികളായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ആളൊരു ഉദാര മനസ്കതയൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ എങ്കിലും ഒരാൺകുട്ടി പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. 7 ലഡ്കിയാം ഹുയി, 7 പെൺകുട്ടികളായിരുന്നു ഭൂപ് സിംഗിന്, 7 പെൺകുട്ടികൾ. ദേവയോഗ് സേ സബ്കി സബ് ജീവിത് രഹി. പക്ഷെ എന്തായിരുന്നാലും ദൈവയോഗം അല്ലെങ്കിൽ ദൈവനിശ്ചയം എന്ന് പറയാം, അവർ വളരെ സമൃദ്ധിയിലായിരുന്നു ജീവിച്ചത്. പഹലി ഉമംഗ് മേം തോ ഉൻഹോനെ 3 ബ്യാഹ് ദിൽ ഘോൽ കർ കിയെ. അപ്പോൾ ഈ 7 പെൺമക്കളിലെ ആദ്യത്തെ 3 പെൺകുട്ടികളെ ഇദ്ദേഹം വളരെ ആർഭാടമായി തന്നെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ 15,000 രൂപയോം കാ കർജ് സിർ പർ ഹോ ഗയ. അപ്പോൾ ആദ്യത്തെ 3 പെൺകുട്ടികളെയും ആർഭാടമായിട്ട് തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. പക്ഷേ അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് 15,000, അതായത് ഒരു 15-20,000 രൂപ, അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയാണ്. അപ്പോൾ 15,000 20,000 രൂപയോളം അദ്ദേഹത്തിന് കർജ് ഹോ ഗയ, കടം വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കടം വന്നപ്പോഴാണ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയത്. ആനന്ദി ചൗധി ലഡ്കി ഥി. ഇനി ഇതിൽ ആനന്ദി, നമ്മുടെ ശ്രീകണ്ഠ സിംഗിൻ്റെ ഭാര്യ ആനന്ദി ഈ ഭൂപ് സിംഗിൻ്റെ ചൗധി ലഡ്കി, 4ാമത്തെ പെൺകുട്ടിയായിരുന്നു. വഹ് അപ്നി സബ് ബഹനോം സെ അധിക് രൂപവതി ഔർ ഗുണവതി ഥി. ഇനി ആനന്ദിയാവട്ടെ തൻ്റെ മറ്റു സഹോദരിമാരെയൊക്കെ അപേക്ഷിച്ച് രൂപവതി ഔർ ഗുണവതി, നല്ല സുന്ദരിയും അതുപോലെ തന്നെ ഗുണവതി, സ്വഭാവത്തിൽ സൗന്ദര്യം പുലർത്തിയിരുന്ന ആളും കൂടായിരുന്നു. അപ്പോൾ കാണാൻ മാത്രമല്ല സ്വഭാവവും സുന്ദരമായിരുന്നു ആനന്ദിയുടേത്. ഇസ്സേ ഠാക്കൂർ ഭൂപ് സിംഗ് ഉസേ ബഹുത് പ്യാർ കർത്തേ ഥേ. അപ്പോൾ കൂട്ടത്തിൽ 7 പെൺകുട്ടികളെ അപേക്ഷിച്ച് നല്ല സുന്ദരിയായിരുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂപ് സിംഗിന് ഈ മകളെ ബഹുത് പ്യാർ, ഒരുപാട് ഇഷ്ടവും ആയിരുന്നു. ഇനി ഠാക്കൂർ സാഹബ് ബഡേ ധർമ്മ സങ്കടമേം ഥേക്കി ഇസ്കാ വിവാഹ കഹാ കരെ. അപ്പോൾ ആദ്യത്തെ 3 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു. ഇനി അടുത്തതായിട്ട് ആനന്ദീനെയാണ് കഴിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും, ഇവളെ എവിടേക്ക് വിവാഹം കഴിപ്പിക്കും, എവിടേക്ക് വിവാഹം കഴിപ്പിച്ചയക്കും. ഇവളെ വിവാഹം കഴിപ്പിച്ചയച്ചാൽ തന്നെ അത് എത്രത്തോളം അവളുടെ വിവാഹ ജീവിതം സുഖകരമായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ ഏക് ദിൻ ശ്രീകണ്ഠ് ഉൻകെ പാസ് കിസി ചന്ദേ കാ രുപയ മാംഗനെ ആയ. അപ്പം ഇങ്ങനെ ഈ വേവലാതിയിലിരിക്കുന്ന സമയത്താണ് ഏക് ദിൻ, ഒരു ദിവസം, ഈ ശ്രീകണ്ഠ് സിംഗ് ഇവരുടെ വീട്ടിൽ കിസി ചന്ദേ എന്ന് പറഞ്ഞാൽ പിരിവ്, എന്തോ ഒരു പിരിവിനോട് ബന്ധപ്പെട്ട് ഈ ശ്രീകണ്ഠ സിംഗ് ഇവിടെ ആനന്ദിയുടെ വീട്ടിലേക്ക് വരുന്നത്. ഷായദ് നാഗരി പ്രചാർ കാ
छंद था भूप सिंह उनके स्वभाव पर रीച്ച് ഗയേ. അപ്പോൾ എന്തായിരുന്നാലും ഈ ആനന്ദിയുടെ അച്ഛൻ ഭൂപ് സിംഗിന് ശ്രീഖണ്ഡ സിംഗിൻ്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഇഷ്ടപ്പെട്ടു. ധൂംധാം സെ ശ്രീഖണ്ഡ് സിംഗ് കാ ആനന്ദി കെ സാത്ത് ബ്യാഹ് ഹോ ഗയ. അങ്ങനെ ഇഷ്ടപ്പെട്ടു. വീട്ടുകാർ തമ്മിൽ വിവാഹം ആലോചിച്ചു. ഇരു വീട്ടുകാരുടെക്കും ഇഷ്ടമായി. അങ്ങനെ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും ശ്രീഖണ്ഡ് സിംഗിൻ്റെയും ആനന്ദിയുടെയും വിവാഹം ധൂംധാം സെ വളരെ ആഘോഷത്തോടെ നടന്നു. ആനന്ദി അപ്പനെ നയേ ഘർ മേ ആയി തോ വഹാം കാ രംഗ് ഢംഗ് കുച്ച് ഔർ ഹി ദേഖ. അങ്ങനെ ആനന്ദി തൻ്റെ പുതിയ വീട്ടിലേക്ക്, അതായത് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമായിരുന്നില്ല. അവൾ സമ്പന്നതയിൽ വളർന്ന പെൺകുട്ടിയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ജിസ് ठीम ठाम की उसे बचपन से ही आदत पड़ी हुई थी वह वहां नाम मात्र को भी न थी. അതായത് അവളുടെ വീട്ടിൽ അവൾക്ക് ലഭിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ, കുട്ടിക്കാലം മുതൽക്ക് അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങളും അതുപോലെ അവൾ കുട്ടിക്കാലം മുതൽ ശീലിച്ചിരുന്ന കാര്യങ്ങളും അതൊന്നും ഇവിടെ അവൾക്ക് നാമ മാത്ര കോഭി നദി, പേരിന് പോലും കാണാനോ അനുഭവിക്കാനോ കിട്ടിയില്ല. हाथी घोड़ों का तो कहना ही क्या, कोई सजी हुई सुंदर बहली तक न थी. ഹാത്തി ഘോഡ, അതായത് ആനയും കുതിരയും ഒക്കെ ഉണ്ടായിരുന്നു, ഉള്ള വീട്ടിലത്തെയാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നിപ്പോൾ അവൾക്ക് ആ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ള കാര്യം വരുന്നില്ല. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ അതൊന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, രശ്മി സ്ലീപ്പർ സാത്ത് ലായി ഥി പർ വഹാം ഭാഗ് കഹാം. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൾ നല്ല ചെരുപ്പൊക്കെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ? അവളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഭാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെരുപ്പ് ഇവിടേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്കും അവൾ കൊണ്ടുവന്നു. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാഗ് കഹാ, പൂന്തോട്ടം എവിടെ നടക്കാൻ? അപ്പോൾ അതൊന്നും ഇല്ല. മക്കാൻമേം ഖിടിക്കിയാം തക് നദി. ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ആ വീടിന് നേരാവണ്ണം ഖിടിക്കിയാം തക് നദി, ജനാലകൾ പോലും ശരിക്കും നേരാവണ്ണം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദീവാർ പർ തസ്വീർ, ചുമരുകളിൽ ചിത്രങ്ങൾ, അവളുടെ വീടിനെ അലങ്കരിച്ചിരുന്ന പോലെ ചിത്രങ്ങളില്ല. അങ്ങനെയൊന്നും തൻ്റെ വീട്ടിലുള്ള പോലത്തെ ഒന്നും ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇല്ല. യഹ് ഏക് സീധാ സാദാ ദോഹരാത്തി ഗൃഹസ്ഥ കാ മക്കാൻ. ഈ ഭർത്താവിൻ്റെ വീട് വളരെ പഴഞ്ചൻ, പുരാതനമായിട്ടുള്ള ഒരു പഴഞ്ചൻ വീടായിരുന്നു ഭർത്താവിൻ്റേത്. किंतु आनंदी ने थोड़े ही दिनों में अपने को इस नई अवस्था के ऐसा अनुकूल बना लिया. പക്ഷേ എന്തൊക്കെയായിരുന്നാലും ആനന്ദി ഥോഡേ ഹി ദിനവും, അല്പം നാളുകൾക്കുള്ളിൽ തന്നെ നൈ അവസ്ഥ, തൻ്റെ ഈ പുതിയ അവസ്ഥയുമായിട്ട് സാഹചര്യവുമായിട്ട് അനുകൂൽ ബനാലിയ, പൊരുത്തപ്പെട്ടു. അപ്പോൾ വീട്ടിലെ സമ്പന്നതയൊന്നും ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയില്ല. പക്ഷേ എങ്കിലും ആനന്ദി പുതിയ സാഹചര്യവുമായിട്ട് അധികം താമസിയാതെ അവൾ ഇണങ്ങിച്ചേർന്നു. മാനോ ഉസ്നെ വിലാസ് കെ സാമാൻ കഭി ദേഖേ ഹി നഥേ. അപ്പോൾ അവൾ അതുവരെ ഉണ്ടായിരുന്ന സുഖ സൗകര്യങ്ങളൊക്കെ മറന്ന് ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിതം ആരംഭിച്ചു. ഇപ്പം ബഡേ ഘർ കി ബേട്ടി എന്നുള്ള ഈ കഥയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ച ബാക്കിയുണ്ട് കഥ. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ എടുക്കാം. അപ്പം അതുവരെ എല്ലാവർക്കും ധന്യവാദം.